ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ഡയമണ്ട് പെയിൻറ്റിങ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഡയമണ്ട് പെയിൻറ്റിങ് കിറ്റ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പിക്ചർ ഉണ്ട്, അതിൻ്റെ ഒരു ഫുൾ പിക്ചർ. പിന്നെ അതിൻ്റെ സൈസ് ഡയമെൻഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കളർ ചാർട്ട് ഉണ്ട്, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഡയമണ്ട് പെയിൻറ്റിങ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ബട്ടർ പേപ്പർ ഫുള്ള് ഒട്ടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും, ഒരു ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് എടുക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കീറി വെച്ചിട്ടേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ സെക്ഷൻസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പേസ് ഫുള്ളും ചെയ്ത് തീർക്കുക. എന്നിട്ട് അടുത്ത ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു നമ്പർ വെച്ച് കാണിക്കാം. അപ്പോൾ ഇത് 3 ആണ് നമ്പർ. അപ്പോൾ ഇവിടെ കാണാം ത്രീയിൽ 3 തന്നെയാണ്. ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഒരു സി ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സി കാണുന്നുണ്ട്, പല പല സ്ഥലത്ത് സി കാണുന്നുണ്ട്. അപ്പോൾ സി ആണെങ്കിൽ 10 നമ്പർ ഉണ്ട്. അപ്പോൾ ഇത് 3 ആണ്. അതുപോലെ ഇങ്ങനെ കുറേ സ്റ്റോൺസ് ഉണ്ട്, കളർ സ്റ്റോൺസ്. അപ്പോൾ അത് പല പല നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. അതിൽ വേറെ സെപ്പറേറ്റ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ചില കിറ്റിലൊക്കെ ഈ ഒരു സ്റ്റിക്കേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് കുറേ സ്റ്റോൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല പല ഇതുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഷേക്കറാണ്. അപ്പോൾ ഈ 3 എന്നുള്ള നമ്പറിൽ നിന്ന് സ്റ്റോൺസ് ഇങ്ങനെ കുറേ അങ്ങ് ഇട്ടോളൂ. അപ്പോൾ അങ്ങനെ ഷേക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരണ കാണാം. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. ഇത് അതിൽ എക്സ്ട്രാ ടൂൾസൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയ ഈ ട്വീസർ വെച്ച് എടുക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ വാക്സ്. അപ്പോൾ വാക്സ് ഇങ്ങനെ അതിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അതിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് ഇവിടെ കോട്ടിങ്ങായി, വാക്സ് കോട്ടിങ്ങായി. അപ്പോൾ ആ ഒരു സ്റ്റിക്കിനെസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ 3 നമ്പർ കാണിക്കാം. ഇപ്പോൾ ഒരു സിംഗിൾ സ്റ്റോണിൻ്റെ സ്ഥലം കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ ഇത് വെച്ച് ചെയ്യാം. ഓൾറെഡി വാക്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഷേക്ക് ചെയ്യുക. ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 കാണാം, അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആ സ്പേസ് ഒന്ന് ശരിയാക്കുക. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും. ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കാണാം, ഇതുപോലെ ഇരിക്കും. അങ്ങനെ ചെയ്ത് ഫുൾ ഓരോ സെക്ഷൻസായിട്ട് ചെയ്ത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് വേറൊരു കളറൊന്ന് ചെയ്ത് നോക്കാം. ഒന്നും കൂടെ കാണിക്കാം ഞാൻ. ഇപ്പോൾ ഇത് പി ഏതാണെന്ന് നോക്കാം. പിൻ്റെ നമ്പർ 20 കൊടുത്തേക്കണേ. അപ്പോൾ അതായത് 20. അപ്പോൾ ആ കളറൊന്ന് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് അതിൽ ഇട്ടിട്ട് ഷേക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെറിയ ഇത് എടുക്കാം. സിംഗിൾ ചെയ്യണതിന് ഇപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു സ്പീഡ് കിട്ടും. ഇപ്പോൾ വലിയ സെക്ഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ആണ്, അങ്ങനെ ഒന്ന് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം മറക്കല്ലേ, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അടുത്ത് ഇത് എടുക്കുക. പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ ഓരോ സെക്ഷന് ഫുള്ള് ഓരോന്നിങ്ങനെ ഒട്ടിച്ച് ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും കൂടെ എളുപ്പമായിരിക്കും.
ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെയ്യണ ആ കളേഴ്സൊക്കെ ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ ഫുള്ളും ചെയ്യുമ്പോഴത്തേന് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിപ്പോൾ ഇവിടെ കാണാം ചെയ്തേക്കണേ. അതുപോലെ ഓരോ സെക്ഷൻസായിട്ട് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഫുൾ പിക്ചർ കാണുന്നവരേക്കും ബൈ.